വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സ്ഥാപനം വാസ്തവത്തില് മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്, രംഗനാഥാനന്ദജി മാതിരിയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് എ നീഡ് ഓഫ് ദി അവർ. എന്താ വെച്ചാല് സ്വാതന്ത്ര്യം കിട്ടി, ആ സ്വാതന്ത്ര്യം കൊണ്ടു നടക്കാനുള്ള ആൾക്കാരെവിടെ എന്നാണ് വിവേകാനന്ദൻ എപ്പോഴും ചോദിക്കാറുള്ളത്. സ്വാതന്ത്ര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നാളെ മേടിച്ചു തരാം, പക്ഷെ അത് കൊണ്ടു നടക്കാനുള്ള ചുണക്കുട്ടികൾ എവിടെ എന്ന് അദ്ദേഹത്തിന് വ്യാകുലത ഉണ്ടായിരുന്നു. അപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ ശിലാസ്മാരകം വന്നതിന്റെ പിന്നിൽ തന്നെ വലിയൊരു കഥയുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഫലനും അതിനെ എതിർക്കാനായിട്ട് നോക്കി, ഹുമയൂൺ കബീർ മുതലായിട്ടുള്ളവരൊക്കെ. അപ്പോഴാണ് ഏകനാഥ്ജി സ്ഥാനത്തെത്തുന്നതും. ആദ്യം അതിൻ്റെ ഒരു ജോയിന്റ് സെക്രട്ടറിയായി, പിന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി, പിന്നെ പതുക്കെ അത് മുഴുവൻ കയ്യിലെടുത്തു. അദ്ദേഹത്തിന്റെ ജീനിയസ്, അദ്ദേഹത്തിന്റെ ഫോർസൈറ്റ്, അദ്ദേഹത്തിന്റെ വിഷൻ അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും എതിർപ്പുണ്ടായിരുന്ന ഇതിനെയൊക്കെ മാറ്റി മാറ്റി എങ്ങനെ മുന്നോട്ട് പോയിട്ട് ആ ശിലാസ്മാരകം സമുദ്രത്തിന്റെ വക്കത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, പാറമേലെ സമ്മതിക്കില്ല എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു. ഭക്തവത്സലം തീരെ എതിരായിരുന്നു. അവിടെയുള്ള കുറച്ച് നല്ലവർക്കായിരുന്നു ഒരു ആഗ്രഹം, സ്വാമിജിക്കുള്ള ഒരു സ്ഥാപനം അവിടെ വേണം.